നമ്മളെ സന്തോഷിപ്പിക്കാൻ നമ്മുടെ മരണത്തിന് ശേഷം കോടാനുകോടി വർഷങ്ങൾ ഈശോയ്ക്കുണ്ട്. നമ്മുടെ നിത്യത മുഴുവൻ ഈശോയ്ക്കുണ്ട് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. എന്നാൽ നമുക്ക് ഈശോയെ സന്തോഷിപ്പിക്കാൻ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ മനഃപൂർവ്വം സമയം കണ്ടെത്തണം. ഈശോയുടെ അടുത്ത് പോയിരിക്കാൻ, ദേവാലയത്തിൽ പോയിരിക്കാൻ, ദിവികാരണത്തിന് മുമ്പിൽ പോയിരിക്കാൻ, ഈശോയെ ഓർക്കാൻ. ഒരുപക്ഷെ പള്ളിയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ, നമ്മുടെ മുറിയിലിരുന്ന് തന്നെ ഈശോയെ ഓർക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. എന്തിനാണ് സഭ കൂദാശകൾ നമുക്ക് നൽകുന്നത്? സഭയിലൂടെ കൂദാശയുടെ ലക്ഷ്യം വിശുദ്ധീകരിക്കുകയാണ്, വിശുദ്ധി തരാൻ വേണ്ടിയാണ്. എന്തിനാണ് സംസാരിക്കുന്നത്? നിനക്ക് വിശുദ്ധി ഉണ്ടാകാൻ വേണ്ടിയാ. എന്തിനാണ് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്? നിനക്ക് വിശുദ്ധി ഉണ്ടാകാൻ വേണ്ടിയാ, വേറൊന്നിനു വേണ്ടിയല്ല. നോയം പഠിപ്പിക്കുന്നതിന് വേണ്ടിയാ, വിശുദ്ധി ഉണ്ടാകാൻ വേണ്ടിയാ. അല്ല കടബാധ്യത മാറാൻ വേണ്ടിയല്ല. ഇത് വിശുദ്ധി പാപം മാറാൻ വേണ്ടിയാ, പാപത്തിന്റെ കടങ്ങളും അത് മാറിപ്പോകാൻ വേണ്ടിയാ, വിശുദ്ധി ഉണ്ടാകാൻ വേണ്ടിയാ. നോയമ്പെടുക്ക് ഉപവാസം എടുപ്പിക്കുന്നതിന് വേണ്ടിയാണ്, തിരുനാളുകൾ ആചരിക്കുന്നതിന് വേണ്ടിയാ, വിശുദ്ധി ഉണ്ടാകാൻ വേണ്ടി. വിശുദ്ധരെ മുന്നിൽ വെച്ചുകൊണ്ട് പറയാ, അവരെ പോലെ പോകണമെന്ന് പറയാൻ വേണ്ടിയാ, വിശുദ്ധി ഉണ്ടാകാൻ വേണ്ടി. അതുകൊണ്ടാണ് എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല.